ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത് ജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാം തിരുവചനം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ഫരിസയരും നിയമജ്ഞരും ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെത്തി. അവളെ അവരെ നടുവിൽ നിർത്തിക്കൊണ്ട് ഈശോയോട് ചോദിച്ചു, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമമനുസരിച്ച് ഇവളെ കല്ലെറിയണമെന്നാണ്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യത്തിൽ തന്നെ കൊടുക്കുവാനാണ് എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതാണ് അറിവിൻ്റെ വചനം. ഈശോ അതിന് മറുപടി കൊടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെയാണ് ഈശോ അവർക്ക് മറുപടി കൊടുക്കുന്നത്. അവൻ കൈവിരലുകൊണ്ട് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ വീണ്ടും ചോദ്യം ചോദിച്ചപ്പോൾ ഈശോ തലയുയർത്തി നിവർന്ന് അവൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവർ ഓരോരുത്തരായി അവിടെ വിട്ടുപോയി. അവസാനം ആ സ്ത്രീ മാത്രം അവിടെ അവശേഷിച്ചു. യഹൂദരും ഫരിസയരും വന്നത് ഈശോയെ കുടുക്കിൽപ്പെടുത്തുവാനാണ്. കല്ലെറിയണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈശോ പഠിപ്പിച്ചത് ക്ഷമയെക്കുറിച്ചാണ്. അവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് അവർ സമർത്ഥിക്കും. കല്ലെറിയേണ്ട എന്ന് പറഞ്ഞാൽ ഇവൻ മോശയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഈശോയെ കുറ്റപ്പെടുത്തും. ഇത് മനസ്സിലാക്കിയാണ് അറിവിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെയും ഈശോ സംസാരിക്കുക. ഒരു ദേവാലയത്തിൽ 1 ഡേ സെമിനാർ നടക്കുകയാണ്. ആ ക്ലാസ്സുകളുടെ അവസാന ഭാഗം, അതായത് ഉച്ചയ്ക്ക് ലഘുഭക്ഷണത്തിന് മുൻപ്, ആ ശുശ്രൂഷകന് അറിവിൻ്റെ വരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന 8 പേർക്ക് കുമ്പസാരിക്കണമെന്ന് ശക്തമായ ഒരു അഭിഷേകം, ഒരു തോന്നൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ ദേവാലയം നിറഞ്ഞു നിന്ന ജനങ്ങളിൽ നിന്ന് 8 പേര് കരമുയർത്തി. അപ്പോൾ തന്നെ ശുശ്രൂഷകൻ അവിടെ നിന്ന് പറഞ്ഞു, അവിടെ വികാരിയച്ഛനും കൊച്ചച്ഛനുമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കുമ്പസാരിക്കുവാൻ സൗകര്യമുണ്ട് എന്ന് ആ ശുശ്രൂഷകൻ പറഞ്ഞു. വികാരിച്ചനും കൊച്ചച്ഛനും അത് സമ്മതിച്ചു. അവർ പോയി കുമ്പസാരിച്ചു. ലഘുഭക്ഷണത്തിന് ശേഷം ഒരു സ്ത്രീ ആ ശുശ്രൂഷകനെ കാണുവാൻ വേണ്ടി ചെന്നു. ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ മകൻ കാറിടിച്ച് മരിച്ചതാണ്. LP സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ക്ഷമിച്ചു, എൻ്റെ ഭർത്താവിന് ക്ഷമിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ആ ശുശ്രൂഷകൻ, ആ വ്യക്തി ശുശ്രൂഷകൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. ആ ശുശ്രൂഷകന് അങ്ങനെ ഒരു വ്യക്തിയെ ഓർമ്മയിൽ വരുന്നില്ല. ആ ശുശ്രൂഷകൻ പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ശുശ്രൂഷകൻ പറഞ്ഞു, നീയും നിൻ്റെ ഭർത്താവുമായി നിൻ്റെ വികാരിയച്ഛനെ പോയി കാണുക. പ്രിയ സഹോദരങ്ങളെ, അവർ ഭർത്താവുമായ വികാരിയച്ഛനെ പോയി കണ്ടു. അവർ തൻ്റെ കുഞ്ഞിനെ കാറ് ഇടിച്ച് മരിക്കപ്പെട്ട കുഞ്ഞിനെ അവർക്ക് ഒരിക്കലും ഒരു മനസ്സിൽ നിന്ന് വേദന മാറുന്നില്ല. ആ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ഡ്രൈവറോട് അവർ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും അവർ തമ്മിൽ രമ്യതപ്പെടുവാനും ദൈവം ഇടവരുത്തി. അത് ആ സമയത്ത് ആ ശുശ്രൂഷകൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വന്നില്ല.
എന്നാൽ പിന്നീട് അവൻ ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായി ആ ശുശ്രൂഷകൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്, അവർ ഒരേ കുടുംബക്കാരുമാണ്. ആ സമയത്ത് ദൈവം ആ ശുശ്രൂഷൻ്റെ മനസ്സിൽ നിന്ന് ആ കാര്യം മറച്ചു കളഞ്ഞു. ഞാൻ അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷകൻ ആ കുടുംബക്കാരൻ്റെ സൈഡിൽ നിൽക്കുകയാണ് എന്ന് ഒരുപക്ഷെ ആ സ്ത്രീ ചിന്തിച്ചേക്കാം. ഇതാണ് ദൈവത്തിന് പ്രവൃത്തി. മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഒതുങ്ങുന്നതല്ല ദൈവത്തിന് ഫലം. പ്രിയ സഹോദരങ്ങളെ, ആ രണ്ട് കുടുംബങ്ങളും ഇന്ന് വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കുക. ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമെല്ലാം സാഹചര്യം ദൈവം ഒരുക്കുകയാണ്. ദൈവവചനത്തിന് അത്രയേറെ പ്രസക്തിയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവരത്തിനായി പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശോയെ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറച്ച് ജ്ഞാനവരത്തിലൂടെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.